സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. മാതാവേ കാത്തുരക്ഷിക്കുക, കടലണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ഏതാനും കാലമായി ഞാൻ അടിമലർ പണിതില്ലംബികേ, ദുഷ്കൃതങ്ങൾ മാത്രം താൻ കൈക്കലാക്കി വിഷയസുഖമതിൽ തീർത്തു മുങ്ങിത്തുടിച്ചേൻ. ചേതസ്സിൽ കനിവാർന്നു ദേവി എന്നിൽ പരസമായി ഭാവിച്ചിടാതെന്നുമേ മാതാവേ കാത്തുരക്ഷിക്കുക, കഴലണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 29-ാമത്തെ അധ്യായമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. അടുത്തതായിട്ട് ഇന്നു മുതൽ 30-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വിഷയത്തിലെ ഈ അധ്യായത്തിൻ്റെ വിഷയം മഹാമായ പ്രഭാവം എന്നുള്ളതാണ്. കഴിഞ്ഞ 2 അധ്യായങ്ങളിലായിക്കൊണ്ട് മായയിൽ അകപ്പെട്ടതായിട്ടുള്ള നാരദൻ ആ മായ തന്നെ എങ്ങനെ ബാധിച്ചു എന്നും അതിൽ നിന്നും എപ്രകാരമാണ് തനിക്ക് മുക്തി കിട്ടിയത് എന്നുമുള്ളതാണ് വ്യാസനോട് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അതായത് ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ കുതിരയായിട്ട് അശ്വമായിട്ട് ജനിക്കേണ്ടി വന്നു എന്നുള്ള കഥ വ്യാസനിൽ നിന്ന് പറഞ്ഞ് നാരദനിൽ നിന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണല്ലോ വ്യാസന് സംശയമുണ്ടായത്. ദേവാദിദേവനായിട്ടുള്ള ഭഗവാന് പോലും ആ മായ ബാധിച്ചുവല്ലോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് ആ മായയുടെ ശക്തി ഭൂമിയിലുള്ള എല്ലാവരെയും ബാധിച്ചതാണ്. ദേവിയുടെ മായ, ആ മായാശക്തിയെ ജയിച്ചവരോ അതിൽ പെടാത്തവരോ ആയിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതിനെ വ്യാസനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് നാരദൻ തൻ്റെ സ്വന്തം ചരിത്രത്തിനെ തന്നെ ഇവിടെ കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു വരുന്നത്. സ്വന്തം അനുഭവത്തെയാണ് നാരദൻ ഇവിടെ വ്യാസന് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രഹ്മപുത്രനായിട്ടുള്ള ബ്രഹ്മർഷിയായിട്ടുള്ള സാധാരണ നിലയിൽ കാമക്രോധാദികളെയെല്ലാം ജയിച്ചതായിട്ടുള്ള, ത്രിഗുണങ്ങളെ ജയിച്ചതായിട്ടുള്ള നാരദനെ പോലും ആ മായ ബാധിച്ചിരുന്നു. നാരദൻ പോലും ആ മായയ്ക്ക് അധീനനായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങളായ നമ്മളൊക്കെ മായയിൽപ്പെട്ട് വലയണു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അതാണിവിടെ നാരദനോടും മഹാവിഷ്ണു പറഞ്ഞത്. ഹേ നാരദ, ത്രിമൂർത്തികളായ ഞങ്ങൾ പോലും അജയായിട്ടുള്ള ദേവിയുടെ മായയിൽ നിന്നും മുക്തരല്ല. പിന്നെ അങ്ങെങ്ങനെയാ മുക്തനാവുക എന്ന് നാരദനെ ബോധിപ്പിച്ചതാണ്. നാരദൻ്റെ തന്നെ ആഗ്രഹമനുസരിച്ച് ആ നാരദനെ മായയിൽ കുടുക്കി മായയിൽ വലയിച്ച്
ആ മായയിലൂടെയുള്ള സുഖദുഃഖാദികളെ അനുഭവിപ്പിച്ച് അതിൽ നിന്നും ഇതാ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അറിവ് ജ്ഞാനം എന്നുള്ളത് നമ്മൾ അധ്യായം കൊണ്ട് നേടാം. അതായത് ജ്ഞാനപ്രദമായിട്ടുള്ള പുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിനെ അനുബന്ധിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, മഹാത്മാക്കൾ എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് അധ്യായത്തിലൂടെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, ജ്ഞാനം നേടാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് കഥാശ്രവണം കൊണ്ട് നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള പുരാണങ്ങളെയും മറ്റും പഠിച്ചറിഞ്ഞ ജ്ഞാനികൾ പറയുന്നതായിട്ടുള്ള കഥകളെ കേട്ട് മനസ്സിലാക്കി എന്താണ് ഈ മായ എന്നും എന്താണ് ആത്മജ്ഞാനം എന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇത് രണ്ടും തന്നെ കുറച്ച് കഷ്ടമുള്ള മാർഗങ്ങളാണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗങ്ങളല്ല. കാരണം വേദവും ശാസ്ത്രവും പുരാണങ്ങളും ഈ സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങളുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി അത് ഉള്ളിലുറപ്പിച്ച് ഈ ആത്മജ്ഞാനം നേടിയെടുക്കുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. സ്വയം പഠിച്ചിട്ട് സ്വാധ്യായം കൊണ്ടും കഥാശ്രവണം കൊണ്ടും. അപ്പം പിന്നെ എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ അനുഭവം. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്, അല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എപ്പോഴോ അറിയാതെ വിളക്കിൽ തൊട്ടു, അത് കയ്യെ ആ തൊട്ട വിരൽ പൊള്ളി. വിളക്കിൻ്റെ അടുത്തേക്ക് കുട്ടി പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും കണ്ട ആ കുട്ടിയെ എടുത്ത് മാറ്റിവിടും, പോവരുത് തൊടരുത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതെന്തോ സാധാരണ മറ്റുള്ളത് മാതിരി കളിക്കാനുള്ള ഒരു സാധനം തന്നെയാണ് എന്നാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉള്ള വിചാരം. എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ ആരും നോക്കാത്ത സമയത്ത് പതുക്കെ പോയിട്ട് കുട്ടികളായിരിക്കുമ്പോൾ ആ വിളക്കിലൊന്ന് പോയി തൊടും. തൊട്ടാൽ എന്തായി? അപ്പോൾ കൈ പൊള്ളി, കരഞ്ഞു, അതിൻ്റെ നീറ്റല വേദന അനുഭവപ്പെട്ടു. ആ സ്വന്തം അനുഭവം ചിലപ്പോൾ ബുദ്ധി പോലും നന്നായിട്ട് ഉറക്കാത്ത കാലത്ത് നടന്നിട്ടുള്ളത് നമ്മൾ മരിക്കുന്നത് വരെ മറക്കില്ല. പിന്നെ ഒരിക്കലും തീയിൽ കൊണ്ടുപോയിട്ട്, കത്തുന്ന വിളക്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൈവയ്ക്കില്ല. കാരണം ആ അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവം എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ജീവിതത്തിൽ പഠിക്കാൻ കഴിയുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സ്കൂളിലും കോളേജിലുമൊക്കെ തിയററ്റിക്കൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ ലാബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് നടത്താറുണ്ട്. സയൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും. എന്താ കാരണം എന്ന് വെച്ചാൽ പല പ്രാവശ്യവും പലതിലൂടെയും പഠിച്ച് നമ്മുടെ ബുദ്ധിയിൽ ഉറയ്ക്കാത്ത കഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്കൊരിക്കൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ ബുദ്ധി പിടിച്ചെടുക്കും. ആ ബുദ്ധിയിൽ, ബോധത്തിൽ നമുക്ക് ഉറച്ചു കിട്ടും പ്രാക്ടിക്കലായിട്ട്. അത് തന്നെയാണ് ഇവിടെ ഇപ്പം നാരദനും ഉണ്ടായത്. ആ മായ എന്താണ് എന്നുള്ളത് അറിയാത്ത നാരദനെ പ്രാക്ടിക്കലായിട്ട് ആ മായ ബാധിച്ചു. അനുഭവം ഉണ്ടായി. മായയിൽ അകപ്പെട്ടത് നാരദനിത അനുഭവത്തെയാണ് ഇവിടെ അതേ സംശയങ്ങളുള്ള വ്യാസന് പറഞ്ഞു കൊടുക്കുന്നത്. ഹേ വ്യാസ, ഞങ്ങൾ ആരും തന്നെ ഈ മായയിൽ നിന്നും, ദേവിയുടെ മായയിൽ നിന്നും രക്ഷപ്പെട്ടവരല്ല. എല്ലാവരും ആ ദേവിയുടെ, പരാശക്തിയുടെ, ജഗദംബയുടെ മായയിൽ അകപ്പെട്ടിരിക്കുന്നു. കാരണം ഈ കാലം എന്നുള്ളത് തന്നെ
ആ മായയ്ക്ക് അകപ്പെട്ടിരിക്കുന്നത് കാരണം കൊണ്ട് മായാസ്വരൂപമായിട്ട് കാലം തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാദി സ്തംഭപര്യന്തമൊന്നും തന്നെ ആ കാലത്തിന് വിധേയമായിട്ടല്ലാത്തതൊന്നുമില്ലാത്തത് കൊണ്ടിവിടെ ആ മായ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ളതിനെ അവിടെ വ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ് നാരദര്. എന്തായാലും നമുക്ക് ആ മഹാമായ പ്രഭാവം നാരദൻ ഇവിടെ തുടർന്ന് പറയുന്നതിനെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.